بسم الله الرحمن الرحيم. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على حي على الفلاح. حي على الله أكبر الله أكبر. لا إله إلا الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ ദജ്ജാലിന്റെ ഫിത്നകളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്ന കാര്യങ്ങളിൽ ചിലതാണ് സൂചിപ്പിച്ചത്. ഈ ഭൂമുഖത്ത് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുതാണ് ദജ്ജാലിന്റെ ഫിത്നയെന്നും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഫിത്ന വരുന്നത് എങ്കിൽ, അവൻ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംരക്ഷകനായി മാറുമെന്നും, എനിക്ക് ശേഷം ആണവൻ വരുന്നത് എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വയം സംരക്ഷകരായി മാറണമെന്നും അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നും, അതേപോലെ അവൻ വരുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നാണ് എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. ഇറാനിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന്, കിഴക്ക് ഭാഗത്ത് നിന്ന് പ്രത്യേക വസ്ത്രമണിഞ്ഞ ജൂതന്മാർക്കിടയിൽ നിന്നാണ് അവൻ പ്രത്യക്ഷപ്പെടുക എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മഹദിയായ സ്വഹാബി വനിത ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദജ്ജാലിന്റെ വരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ 2942 നമ്പർ ഹദീസായി കൊടുത്തിരിക്കുന്നത് ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവൻ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചുകൂട്ടാൻ പറഞ്ഞു. അപ്പൊ ആ വിളി കേട്ടുകൊണ്ടാണ് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത്, എൻ്റെ ഇദ്ദാകാലം കഴിഞ്ഞ സമയമായിരുന്നു അത്. പ്രവാചകന്റെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോ ഞാനും പള്ളിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുരുഷന്മാരുടെ സഫുകൾക്ക് പിന്നിൽ നിന്ന് ഞാൻ നമസ്കരിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത് നിങ്ങൾക്കറിയാമോ? അപ്പൊ സഹാബത്ത് ഒന്നടങ്കം പറയുന്നു, നബിയെ, അള്ളാഹുവിനും റസൂലിനുമാണ് അതിനെപ്പറ്റി ഏറ്റവും അറിയുക എന്ന്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെട്ടതിന്റെ പേരിലോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നേടിയെടുക്കണമെന്ന ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്. മറിച്ച് തമീമുദ്ദാരി എന്ന മനുഷ്യൻ കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളെ എല്ലാം ഈ പള്ളിയിൽ ഇവിടെ വിളിച്ചു കൂട്ടാൻ കാരണം. എന്നിട്ട് തമീമുദ്ദാരിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതാ ഇവിടെ വന്നു, ഇസ്ലാമിനെ പറ്റി പഠിച്ചു. അദ്ദേഹം
മുസ്ലിമായി തീർന്നിരിക്കുന്നു. എന്റെ കൈപിടിച്ച് അദ്ദേഹം ഇതാ ബൈഅത്ത് ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുമ്പ് മസീഹു ദജ്ജാലിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളും തമീമുദ്ദാരി എന്നോട് ഇപ്പോൾ പറഞ്ഞ കഥയുമായും എല്ലാം ഒത്തുവരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ദജ്ജാലിനെ പറ്റി പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം പറയാണ്, ഞങ്ങൾ ലക്മ് അതുപോലെ ജുസാം എന്ന് പറയുന്ന 2 ഗോത്രത്തിൽപ്പെട്ട 30ഓളം ആളുകളായ ഞങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായി, അങ്ങനെ കരക്കണയാൻ പറ്റാത്ത അവസ്ഥ. 1 മാസത്തോളം കടലിന്റെ തിരമാലകളിൽപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അവസാനം ഒരു ദ്വീപ്, കടലിനുള്ളിൽ ഒരു ദ്വീപിന്റെ തീരത്ത് ഞങ്ങളുടെ കപ്പൽ അണഞ്ഞു, അഥവാ അതിനോട് അരികു ചേർന്നു. അപ്പൊ ഞങ്ങള് അവിടെ ഇറങ്ങി. ഏതാണ്ട് ഒരു സൂര്യാസ്തമയ സമയത്താണ് ഞങ്ങൾ ആ ദ്വീപിലേക്ക് പ്രവേശിച്ചത്. ആ ദ്വീപിൽ പ്രവേശിച്ചപ്പോ അവിടെ കാണാൻ കഴിഞ്ഞത് ശരീരമാസകലം ധാരാളം രോമങ്ങളുള്ള ഒരു ജീവിയെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിനക്ക് നാശം, നീ എന്താണ്, നീ ആരാണ് എന്ന് ഞങ്ങൾ അവനോട് ചോദിച്ചു. അപ്പൊ അവൻ പറയാണ് ഞങ്ങളോട്, അല്ലയോ ജനങ്ങളെ, അവിടെ മഠത്തിലിരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ പോ, അവന് നിങ്ങളെ കുറിച്ചുള്ള വാർത്ത കേൾക്കാൻ ആകാംക്ഷയുണ്ട് എന്ന് ശരീരം മുഴുവൻ രോമം കൊണ്ട് പൊതിയപ്പെട്ട ആ മനുഷ്യൻ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആ രൂപവും അതുപോലെ ഇതെല്ലാം കണ്ടപ്പോ ഞങ്ങൾ കയറി ചെല്ലാൻ പോകുന്ന അവിടെയുള്ള ആ മനുഷ്യനും ഒരു മനുഷ്യനല്ല, ഒരു പിശാചായേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അങ്ങനെ ഞങ്ങൾ ആ മഠത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അവിടെ കാണുന്നത് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ 2 കൈകളും പിരടിയുടെ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ 2 കാൽമുട്ടുകളും ഞെരിയാണിയിലേക്ക് ചേർന്ന് ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ജീവിതത്തിൽ ഇത്രയും വലിപ്പമുള്ള, ഇത്രയും ശക്തിയുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ആര്? തമീമുദ്ദാരിയും കൂട്ടരും ചോദിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എത്തിപ്പെട്ടത് എന്നാണ് ഉത്തരം പറയാതെ തിരിച്ച് ആ മനുഷ്യൻ ചോദിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ ആ മനുഷ്യൻ, ബന്ധിതനായ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ആ മനുഷ്യൻ തിരിച്ച് ഇവരോട് ചില കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അറബ് നാട്ടിലെ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ വിഷയം ഇതാണ്, ബൈസാനിലുള്ള ഈത്തപ്പനകളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞതാണ്. അപ്പൊ തമീമുദ്ദാരിയും കൂട്ടരും ചോദിക്കുന്നു, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന്. അദ്ദേഹം ചോദിക്കുന്നത്, ആ ഈത്തപ്പനകളൊക്കെ ഇപ്പോഴും കായ്ക്കുന്നുണ്ടോ എന്നാണ്. അതേ എന്ന് പറയുമ്പോൾ, എങ്കിൽ അത് കായ്ക്കുന്നത് നിൽക്കാറായിട്ടുണ്ട്. രണ്ടാമത്, ഈ ദജ്ജാല് ചോദിക്കുന്നത് തൊബിരിയ എന്ന് പറയുന്ന തടാകത്തെ കുറിച്ചാണ്. ആ തടാകത്തെ പറ്റി എന്താണ് നിനക്കറിയേണ്ടതെന്ന് ചോദിക്കുമ്പോ, ആ തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതേ എന്ന് പറയുമ്പോൾ, എങ്കിൽ ആ തൊബിരിയ തടാകം, വലിയ തടാകം വറ്റിപ്പോകാറായിട്ടുണ്ട് എന്ന് പറയുന്നു. മൂന്നാമത് അദ്ദേഹം ചോദിക്കുന്നു, സ്വാർ എന്ന് പേരുള്ള ഒരു അരുവിയുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ, ആ അരുവിയെ പറ്റി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പോ ഈ തമീമുദ്ദാരിയും കൂട്ടരും പറയുന്നു, ആ അരുവിയിൽ ഒരുപാട് വെള്ളമുണ്ട്, ആ വെള്ളം എടുത്തിട്ടാണ് അവിടെയുള്ള ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നു, എങ്കിൽ ആ വെള്ളം അതും വറ്റിപ്പോകാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാലാമത് ചോദിക്കുന്നത്, അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ആ പ്രവാചകനെ അവിടെയുള്ള ആളുകൾ എന്താണ് ചെയ്തത്? അപ്പോ തമീമുദ്ദാരിയും കൂട്ടരും പറഞ്ഞു കൊടുക്കുകയാണ്, അവർ അദ്ദേഹത്തെ, ആ നാട്ടുകാർ പ്രവാചകനെ ആട്ടി ഓടിച്ചു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ ദജ്ജാല് പറയുകയാണ്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതായിരുന്നു അവർക്ക് ഏറ്റവും ഹൈറാവുക,
അദ്ദേഹത്തെ അവർ ആട്ടി ഓടിച്ചത് ശരിയായില്ല, അത് അവർക്ക് നാശമാണ് എന്നിങ്ങനെ മറുപടി കൊടുക്കുകയാണ്. അവസാനം സ്വന്തം ഞാൻ ആരാണ് എന്ന് ദജ്ജാല് ആ വന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനാണ് മസീഹ്, ഇനി ഏറെ താമസിയാതെ എനിക്ക് പുറത്തു വരാനുള്ള അനുമതി ലഭിക്കും. അപ്പോൾ ഞാൻ പുറത്തു വന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കും, ഓരോ ഗ്രാമത്തിലൂടെയും സഞ്ചരിക്കും എന്ന് പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും ദജ്ജാല് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, എനിക്ക് 2 നാട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല, ഒന്ന് മക്കയിലും മറ്റൊന്ന് ത്വയ്ബയിലുമാണ്. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തുടയിലടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു എന്നാണ്, ഹാദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. അതിനുശേഷം ഈ ദജ്ജാലുള്ള ഈ ദ്വീപ്, ഈ സ്ഥലം ഏതാണ് എന്നൊക്കെ ഹദീസിലെ പരാമർശ ഭാഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ ഹദീസിൽ നിന്ന്, സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദജ്ജാല് ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അവന് വരാനുള്ള സമയം ആഗതമായിട്ടില്ല എന്നുള്ളതാണ്. ആ സമയം അള്ളാഹു ഉദ്ദേശിച്ച സമയമാകുമ്പോൾ അവന് സ്വതന്ത്രമായി വരാനും അവന്റെ ഫിത്നകൾ അഴിച്ചുവിടാനുമുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിന് ഒരുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവന്റെ ഫിത്നകളുടെ ആധിക്യം കാരണമാണ് ഓരോ നമസ്കാരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ അതിനുശേഷം ചൊല്ലാൻ പറഞ്ഞ ദുആയിൽ എന്താ വരുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഓരോ വഖത്തിലും നമ്മൾ ചൊല്ലുന്ന ആ പ്രാർത്ഥനയിൽ ഫിത്നയുടെ, അതായത് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള കാവൽ തേടലുണ്ട്. അപ്പൊ അത്രയും വലിയ ഫിത്നയാണ് അവൻ ഭൂമിയിൽ അഴിച്ചുവിടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ അവൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കാലമാണ് അവൻ ഭൂമിയിൽ ജീവിക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഫലഹു അർബഊന ലൈല യസീഹുഹാ ഫിൽ അർദ്. അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് 40 ദിവസമായിരിക്കും. അവൻ അല്ലാഹു നൽകുന്ന സമയം എന്ന് പറയുന്നത് 40 ദിവസമാണ്. യസീഹുഹാ ഫിൽ അർദി അൽ യൗമ മിൻഹാ കസ്സന. പക്ഷേ അവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന 1-ാമത്തെ ദിവസം അതൊരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും. വൽ യൗമ മിൻഹാ കശ്ശഹർ. അവൻ പ്രത്യക്ഷപ്പെട്ട 2-ാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുണ്ടാകും. വൽ യൗമ മിൻഹാ കൽ ജുമഅ. അവൻ പ്രത്യക്ഷപ്പെടുന്ന 3-ാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും. സുമ്മ സായിറു അയ്യാമിഹി കഅയ്യാമികും ഹാദിഹി. പിന്നെ അവൻ പ്രത്യക്ഷപ്പെട്ട് 4-ാമത്തെ ദിവസം മുതൽ 40 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ എണ്ണുന്നത് പോലെയുള്ള ദിവസങ്ങളായി കടന്നു പോകും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലഹു ഹിമാറുൻ യർകബുഹു. അവൻ സഞ്ചരിക്കുന്നത് ഒരു കഴുതപ്പുറത്തായിരിക്കും. ഒരു കഴുതയുടെ പുറത്താണ് അവൻ സഞ്ചരിക്കുക. ആ കഴുതയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അറളു മാ ബൈന ഉദ്നൈഹി 40 ദിറാഅൻ. ആ കഴുതയുടെ 2 ചെവികൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 40 മുഴമാണ്. 40 ദിറാഅ. ഒരു മുഴങ്കൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പൊ 40 മുഴം വീതിയുണ്ടാകും ആ കഴുതയുടെ ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെയുള്ള അകലം. അത്രയും വലിയ കഴുത. അപ്പൊ ആ കഴുതപ്പുറത്താണ് അവൻ അതിവേഗതയിൽ സഞ്ചരിക്കുക എന്നും വിശ്വാസം പറയുന്നത്. അപ്പൊ അത്രയും ആകാര ശക്തിയുള്ള ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ പടപ്പാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരാമർശങ്ങൾ നടത്തിയപ്പോ ഒരു ദിവസം ഒരു വർഷം പോലെയും, മറ്റൊരു ദിവസം ഒരു മാസം പോലെയും, 3-ാമത്തെ ദിവസം ഒരാഴ്ച പോലെയുമുള്ള ദൈർഘ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് അതിൽ സംശയിക്കുകയല്ല ചെയ്തത്. അതെങ്ങനെ സംഭവിക്കുക, അങ്ങനെ നടക്കുമോ എന്നുള്ള ചോദ്യമല്ല അവരിൽ നിന്നുണ്ടാകുന്നത്. മറിച്ച് അവർ ആ സമയത്ത് ചോദിക്കുന്ന ഒരു മസലയാണ്. എന്താണ് ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ് അറഅയ്തൽ യൗമല്ലദീ കസ്സനതി അതക്ഫീനാ ഫീ സ്വലാത്തി യൗമിൻ. നബിയെ, ഒരു വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് 5 വഖത്ത് നിസ്കരിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല വലാകിൻ ഇഖ്ദിറൂ ലഹു. നിങ്ങളത് കണക്കാക്കി നിസ്കരിക്കണം, നിങ്ങളത് കണക്കാക്കണം, സമയം കണക്കാക്കണം. അപ്പൊ നമുക്കറിയാലോ, ഇന്ന് നോർവേ പോലെയുള്ള ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ
6 മാസം 3 മാസം 4 മാസമൊക്കെ പകലുള്ള സമയം അവർക്ക് എന്താണ് 5 വഖത്തല്ല, സമയം കൃത്യമായി കണക്കാക്കി ആ നമസ്കാരം അവർ നിർവഹിക്കുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുൽനാ യാ റസൂലല്ലാഹ്, അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഫമാ സുർഅതുഹു ഫിൽ അർളി, അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള സഞ്ചാര വേഗതയാണോ അവനുള്ളത്, അതല്ല അതിനേക്കാൾ അതിവേഗതയാണോ അവനുള്ളത്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൽ ഗൈസി ഇസ്തദറജതുഹു ഇസ്തദ്ബറതുഹു റീഹ്, അതായത് ഈ മഴ പെയ്യാൻ പോകുമ്പോൾ മഴമേഘങ്ങൾ ഉണ്ടല്ലോ, ഈ മഴമേഘങ്ങളെ വലിച്ചുകൊണ്ടു പോകുന്ന കാറ്റുണ്ട്, അതിശക്തമായ ഭയങ്കര ശക്തിയുള്ള കാറ്റാണ് ഈ മഴമേഘങ്ങളെ തള്ളിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അത്രയും ശക്തിയുള്ള ആ കാറ്റ് ഈ ഭൂമിയിലെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ഭൂമി നശിച്ച് തകർന്നു പോകുന്ന പറയുന്നത്. ഒരു മിനിറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ സെക്കൻഡുകൾ അടിച്ചാൽ ഈ ഭൂമി തകർന്നരിപ്പണായി പോകുന്നത്. അപ്പൊ അത്രയും വേഗതയിലാണ് ഭൂമിയിലൂടെ അവൻ സഞ്ചരിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും സ്വഹാബത്ത് ചോദിക്കുന്നു, പ്രവാചകൻ അതിന് കൃത്യമായി മറുപടി നൽകുന്നു. അതുപോലെ കാണാം അവന്റെ രൂപത്തെ പറ്റി സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഇബാദല്ലാഹ്, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്മാരെ, ഫസ്ബുത്തു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഫഇന്നി സഅസ്വിഫുഹു ലക്കും സിഫതൻ ലം യസ്വിഫുഹാ ഇയ്യാഹു ഖബ്ലി നബിയ്യുൻ, ഞാൻ ദജ്ജാലിനെ പറ്റി നിങ്ങൾക്ക് വിശേഷിപ്പിച്ചു തന്നതുപോലെ വർണ്ണിച്ചു തന്നതുപോലെ കഴിഞ്ഞുപോയ ഒരു നബിമാരും അങ്ങനെ വർണ്ണിച്ചു തന്നിട്ടില്ല, വിശദീകരിച്ചു പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്. വഇന്ന റബ്ബക്കും ലൈസ ബിഅവർ, നിങ്ങളുടെ റബ്ബ് ഒരിക്കലും ഒറ്റക്കണ്ണുള്ളവനല്ല. അള്ളാഹുവിന്റെ സിഫത്തും അവിടെ എടുത്തു പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വഇന്നഹു മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവന്റെ 2 കണ്ണുകൾക്കിടയിൽ ഒറ്റക്കണ്ണനാണ് എന്ന് പറഞ്ഞ ശേഷം അതേ ഹദീസിൽ 2 കണ്ണ് എന്നും പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ 2 കണ്ണുകൾക്കിടയിൽ എഴുതിയിട്ടുണ്ടാകും എന്ത്? കാഫിറുൻ എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് ആർക്ക് വായിക്കാൻ പറ്റും? അതാർക്കാ വായിക്കാൻ പറ്റുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖറഉഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളും അത് വായിച്ചെടുക്കും. കാത്തിബുൻ ഔ ഗൈറു കാത്തിബ്, എഴുത്തും വായനയും അറിയുന്ന മുഅ്മിനാവട്ടെ എഴുത്തും വായനയും അറിയാത്തവനാവട്ടെ എങ്കിൽ പോലും ആ കാഫിർ എന്നുള്ള വാക്ക് വിശ്വാസി വായിച്ചെടുക്കും എന്നുള്ളതാണ്, അവൻ തിരിച്ചറിയും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിലുള്ളത് മക്തൂബുൻ ബൈന യദൈഹി കഫറ, അവന്റെ 2 കണ്ണുകൾക്കിടയിലും കാഫറ എന്നല്ല കഫറ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവന്റെ കണ്ണിനെ പറ്റി പറയുന്നിടത്ത് കാണാം, കഅന്ന ഐനുഹു ഐനബത്തുൻ ത്വാഫിയത്തുൻ, അതായത് ഒരു കണ്ണിന്റെ അവിടെ തുറിച്ചു നിൽക്കുന്ന മുന്തിരി പോലെ ഉന്തി നിൽക്കുന്നു, ആ കണ്ണ് കാണുകയില്ല, അതുകൊണ്ടാണ് ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ തടിച്ച മാംസം തൂങ്ങി നിൽക്കുന്നത് പോലെ അവന്റെ ഒരു കണ്ണ് മറച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അവനെ ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞത് എന്നൊക്കെ ഹദീസുകളിലെ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ പ്രയോഗങ്ങളിൽ നിന്നും പ്രവാചകന്റെ വിശേഷണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയേറെ ഈ ഒരു ഫിത്നയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ കാണാം, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത്, വേറെ റിപ്പോർട്ടിൽ അവസാനത്തെ 10 ആയത്ത് നിങ്ങൾ മനഃപ്പാടമാക്കുക തന്നെ വേണം അവന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുക, അതനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ലോകത്ത് കടന്നു വന്ന് ജനസമൂഹത്തിൽ ഏറ്റവും നിന്ദ്യമായി ശിക്ഷിക്കപ്പെട്ട ജനതയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത. അതിന്റെ കാരണം അതുവരെ വന്ന ജനസമൂഹങ്ങളിൽ ആരും കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു വൃത്തികെട്ട ഏർപ്പാട് അവർ ഭൂമുഖത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവർ ജീവിച്ച നാടാണ് സദോം. അതുകൊണ്ട് തന്നെ
ആ വൃത്തികെട്ട അനുരാഗത്തിന്റെയും സ്വവർഗരതിയുടെയും പ്രകൃതി വിരുദ്ധമായ ആ ഒരു രീതി അവർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ സഡോമിക്കുകൾ എന്ന പേരിലാണ് ആ സ്വഭാവമുള്ള ആളുകൾ പോലും അറിയപ്പെടുന്നത്. ആ നാടിനെ അള്ളാഹു ശിക്ഷിക്കുകയുണ്ടായി. 3 or 4 തരം ശിക്ഷകൾ കൊണ്ടാണ് അള്ളാഹു ആ നാടിനെ നശിപ്പിച്ചു കളഞ്ഞത്. ആ സ്ഥലത്തെയും ആ ഏരിയയും വരുന്ന തലമുറകൾക്കെല്ലാം പാഠമാക്കുവാൻ വേണ്ടി അള്ളാഹു ശിക്ഷയുടെ ആ സ്ഥലം അതേപോലെ ഇന്നും അവശേഷിപ്പിച്ചത് കാണാം. ഡെഡ് സീ എന്ന പേരിൽ, ചാവുകടൽ എന്ന പേരിലുള്ള ആ പ്രദേശമായിരുന്നു അവർ താമസിച്ചിരുന്ന ഇടം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്വവർഗാനുരാഗത്തെയും സ്വവർഗരതിയെയും നോർമലൈസ് ചെയ്യുവാനുള്ള, അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന നിലയ്ക്ക് അത് നോർമലൈസ് ചെയ്യുവാനുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇന്ന് നടന്നു വരുന്നുണ്ട്. TV പരിപാടികളും ഷോകളും സിനിമകളും കലാലയങ്ങളിൽ പോലും കുട്ടികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ, അതിലൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട വൃത്തികെട്ട ഇത്തരം ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ പല രൂപത്തിലും നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പല സംവിധാനങ്ങളും, ഭരണ സംവിധാനങ്ങൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനപ്രിയന്മാരായ കലാകാരന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് അവർ ചോദിക്കുന്ന രൂപത്തിൽ മുസ്ലിം സമൂഹത്തിൽ പെട്ട നാമധാരികളായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മുന്നിൽ നിർത്തി ഞങ്ങളൊക്കെ ഇതിന്റെ ആളുകളാണ് എന്ന രൂപത്തിൽ പ്രചാരണം നൽകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു വൃത്തികേടിന് മൗന സമ്മതം നൽകുന്ന ആളുകളായി പോലും നമ്മൾ മാറാൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഷയത്തിലുള്ള 2 ഹദീസുകൾ ഏറെ ഗൗരവം അർഹിക്കുന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത് എന്നാണ്. എന്റെ ഉമ്മത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്റെ ഉമ്മത്തിൽ ലൂത്ത് നബിയുടെ കാലത്തുണ്ടായിരുന്ന ആ വൃത്തികേട് വ്യാപകമാകുമോ എന്നുള്ളതാണ്. അപ്പൊ അന്ന് അത് അവിടെ നിൽക്കുകയല്ല, അവസാനിക്കുകയല്ല, അതിന്റെ ഉമ്മത്തിൽ തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരിക്കലും നോർമലൈസ് ചെയ്യപ്പെട്ടുകൂടാ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞെന്താണെന്ന് അറിയുമോ? ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത് സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, അതിനാരെങ്കിലും അനുമതി നൽകുന്നുവെങ്കിൽ, അതിനെ മാനസികമായി ആരെങ്കിലും പിന്തുണയ്ക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എല്ലാം അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുകയുണ്ടായി. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരം പ്രചാരണങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രകൃതിപരമായ രീതിയെന്നും സംവിധാനമെന്നും പറഞ്ഞുകൊടുക്കാനും വിവാഹത്തിന്റെ മഹത്വവും പവിത്രതയും അതിന്റെ പ്രായോഗികതയും ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംസ്കാര ശൂന്യതയിൽ നിന്നും, മോശമായ സംസ്കാരങ്ങളിൽ നിന്നും, ഏർപ്പാടുകളിൽ നിന്നുമെല്ലാം നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ തലമുറയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ വന്നു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഏറെ പ്രിയപ്പെട്ടവരും അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, സൗദി അറേബ്യയിലെ ദീർഘകാലമായി അവിടെ സൗദി അറേബ്യയിലെ ലജ്നത്ത് ദായിമയുടെ ചെയർമാൻ, ഫത്വ ബോർഡ് ചെയർമാനായിരുന്ന ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് മരണപ്പെട്ടിട്ടുള്ള ദൂരം നമ്മളൊക്കെ അറിഞ്ഞതാണ്. 20-ാം വയസ്സിൽ അന്ധത ബാധിച്ചിട്ട് പോലും ലോകമറിയപ്പെടുന്ന പണ്ഡിതനായി അദ്ദേഹം മാറുകയും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചം ലോകമാസകലം എത്തിച്ചേരുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാപണ്ഡിതന് എല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബറടത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം നാളെ പരലോകത്ത് ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം റബ്ബ് നമുക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.